ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്, എല്ലാവർക്കും ഓൺലൈൻ റിവിഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫസ്റ്റ് യൂണിറ്റുമായി ബന്ധപ്പെട്ട് പ്രീവിയസ് ഇയേഴ്സിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ചർച്ച ചെയ്തിരുന്നത്. അതിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. 2017 മാർച്ച് മാസത്തിൽ അക്കൗണ്ടൻസി വിത്ത് EFS ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അക്കൗണ്ടിംഗ് മീൻസ് റെക്കോർഡിംഗ് ഓഫ് ഡാഷ് എക്കണോമിക് ട്രാൻസാക്ഷൻ, എക്കണോമിക് ഇവന്റ്, ബോത്ത് ഓപ്ഷൻ എ ആൻഡ് ബി, നൈദർ ഓപ്ഷൻ എ ആൻഡ് ബി. അക്കൗണ്ടിംഗ് കൊണ്ട് അർത്ഥമാക്കുന്നത് റെക്കോർഡിംഗ് ഓഫ് എക്കണോമിക് ട്രാൻസാക്ഷൻ, എക്കണോമിക് ഇവന്റ്, ബോത്ത് ഓപ്ഷൻ എ ആൻഡ് ബി, നൈദർ ഓപ്ഷൻ എ ആൻഡ് ബി. എക്കണോമിക് ഇടപാടുകൾ രേഖപ്പെടുത്തുക, എക്കണോമിക് ഈവൻറ്റ്സ് രേഖപ്പെടുത്തുക, ബോത്ത് എ ഓപ്ഷൻ എ ആൻഡ് ബി. നമുക്കറിയാം, ഒരു അക്കൗണ്ടിങ് കൊണ്ട് മീൻ ചെയ്യുന്നത് റെക്കോർഡിംഗ് ഓഫ് എക്കണോമിക് ട്രാൻസാക്ഷൻ ആൻഡ് ഈവൻറ്റ്സ്, അല്ലെ? സാമ്പത്തിക ഇടപാടുകളും സംഭവങ്ങളും രേഖപ്പെടുത്തുന്നതിനെയാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഇതിന്റെ കറക്റ്റ് ആൻസർ സി ഓപ്ഷൻ ആണ്, ദാറ്റ് ഈസ് ബോത്ത് ഓപ്ഷൻ എ ആൻഡ് ബി. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. Accounting possesses some qualitative features. List them. അക്കൗണ്ടിങ്ങിന് ചില ഗുണപരമായ സവിശേഷതകൾ ഉണ്ട്. അവ എന്തെല്ലാമാണ് നമ്മൾ പലതവണ ആവർത്തിച്ചതാണ്. റിലയബിലിറ്റി, റെലവൻസ്, അണ്ടർസ്റ്റാൻഡബിലിറ്റി ആൻഡ് കമ്പയറബിലിറ്റി. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. മിസ്റ്റർ അദ്വൈത് സ്റ്റാർട്ടഡ് എ ബിസിനസ് വിത്ത് റുപ്പീസ് 2,50,000 as an initial investment. പ്രാരംഭ നിക്ഷേപമായി 2,50,000 മുടക്കിക്കൊണ്ട് അദ്വൈത് ഒരു ബിസിനസ് ആരംഭിച്ചു. ഓഫ് വിച്ച് ഹി പെയ്ഡ് ₹20,000 ഫോർ ദി പർപ്പസ് ഓഫ് ഫർണിച്ചർ, ₹25,000 ഫോർ കമ്പ്യൂട്ടർ ആൻഡ് ₹40,000 ഫോർ സ്റ്റോക്ക് ഓഫ് ഗുഡ്സ്. ആ 2,50,000 നിന്നും 20,000 രൂപ ഫർണിച്ചറിനും 25,000 രൂപ കമ്പ്യൂട്ടറിനും 40,000 രൂപ സ്റ്റോക്ക് ഓഫ് ഗുഡ്സിനും വിനിയോഗിച്ചു. ഹി സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ടു അശോക് ഫോർ ₹3,000. അയാൾ 3,000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ അശോകിന് കടമായി വിൽപ്പന നടത്തിയിട്ടുണ്ട്. He also purchased goods from Sudeep on credit for ₹15,000. അയാൾ സുദീപിന്റെ കയ്യിൽ നിന്നും 15,000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ കടമായി വാങ്ങിയിട്ടുണ്ട്. ഫ്രം ദി അബോവ് ഇൻഫോർമേഷൻ, മുകളിൽ നിന്നുള്ള ഇൻഫോർമേഷനിൽ നിന്നും നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക, കണ്ടെത്തുക. എന്തൊക്കെയാണ് കണ്ടെത്തേണ്ടത്? എ, വാട്ട് ഈസ് ദി എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ? ഇതിൽ ക്യാപിറ്റൽ എത്രയാണ്? ഹൂ ഈസ് ദി ഡെപ്റ്റർ? ആരാണ് ഇതിൽ ഡെപ്റ്റർ? വാട്ട് ഈസ് ദ എമൗണ്ട് റിസീവബിൾ ഫ്രം ഹിം? അയാളിന് കിട്ടാനുള്ള തുക എത്രയാണ്? വാട്ട് ആർ ദ ഫിക്സഡ് അസറ്റ് ഹി ബ്രോട്ട്? അയാൾ വാങ്ങിയിട്ടുള്ള ഫിക്സഡ് അസറ്റുകൾ എന്തെല്ലാമാണ്? ഇവിടെ നമുക്ക് എന്താണ് ഇതിലെ ക്യാപിറ്റൽ എമൗണ്ട് എത്രയാണ്? അപ്പൊ ആദ്യം നമ്മൾ എന്താണ് ക്യാപിറ്റൽ എന്ന് മനസ്സിലായാൽ ക്യാപിറ്റൽ എമൗണ്ട് മനസ്സിലാക്കാം, അല്ലെ? ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ദി എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ ദി ഓണർ ഇൻ ടു ദി ബിസിനസ്. ബിസിനസ്സിൽ ഉടമസ്ഥൻ നിക്ഷേപിക്കുന്ന തുകയാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇവിടെ അദ്വൈത് എത്രയാണ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് ബിസിനസ് ആരംഭിച്ചിട്ടുള്ളത്? 2,50,000, അല്ലെ? അപ്പൊ ക്യാപിറ്റൽ 2,50,000 ആണ്. ഇവിടെ ആരാണ് ഡെപ്റ്റർ? എപ്പോഴാണ് ഡെബിറ്റ് ഉണ്ടാവുന്നത്, ഡെപ്റ്റർ ഉണ്ടാവുന്നത്? നമ്മൾ ഉൽപ്പന്നങ്ങൾ കടമായി വിൽപ്പന നടത്തുമ്പോൾ, അല്ലെ? അപ്പോൾ ഹി സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ടു അശോക് ഫോർ ₹3,000. അശോകിന് 3,000 രൂപ കടമായിട്ട് 3,000 രൂപക്ക് കടമായി ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുമ്പോൾ അശോകിൽ നിന്നും ബിസിനസ്സിന് എത്ര രൂപ കിട്ടാനുണ്ടാവും? 3,000 രൂപ കിട്ടാനും. ആരാണോ ബിസിനസ്സിന് കടപ്പെട്ടിട്ടുള്ളത്, ആരാണോ ബിസിനസ്സിന് പണം നൽകാനുള്ളത്, അയാളെയാണ് നമ്മൾ ഡെപ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ആരാണ് പണം നൽകാനുള്ളത്? അശോകാണ്, അല്ലെ? അപ്പൊ അതേസമയം നമ്മൾ കടത്തിന് വാങ്ങുമ്പോൾ നമ്മൾ പണം അങ്ങോട്ട് കൊടുക്കുക വേണ്ടത്. അപ്പൊ സുദീപ് ഇവിടെ യഥാർത്ഥത്തിൽ ക്രെഡിറ്റർ ആണ്. ഇവിടെ ഡെപ്റ്റർ ആരാണ്? ദെൻ അശോകാണ്. അയാളിൽ നിന്ന് കിട്ടാനുള്ള എത്രയാണ്? 3,000 രൂപയാണ്. ഇനി വാട്ട് ആർ ദ ഫിക്സഡ് അസറ്റ് ഹി ബ്രോട്ട്? അയാൾ വാങ്ങിയിട്ടുള്ള ഫിക്സഡ് അസറ്റുകൾ ഏതൊക്കെയാണ്? നമ്മൾ ഫിക്സഡ് അസറ്റും കറന്റ് അസറ്റും മനസ്സിലാക്കിയിട്ടുണ്ട്, അതിന്റെ എക്സാമ്പിൾ പഠിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് മനസ്സിലാക്കാം ഇയാൾ എന്ത് വാങ്ങിയിട്ടുണ്ട്? ഫർണിച്ചർ വാങ്ങിയിട്ടുണ്ട്, കമ്പ്യൂട്ടർ വാങ്ങിയിട്ടുണ്ട്, സ്റ്റോക്കും വാങ്ങിയിട്ടുണ്ട്, സ്റ്റോക്ക് ഓഫ് ഗുഡ്സും വാങ്ങിയിട്ടുണ്ട്. ഇതിൽ ഫർണിച്ചറും കമ്പ്യൂട്ടറും ഫിക്സഡ് അസറ്റ് ആണ്. എന്നാൽ സ്റ്റോക്ക് ഓഫ് ഗുഡ്സ്, ക്യാഷ്, ഡെപ്റ്റേഴ്സ്, ബാങ്ക് ബാലൻസ്, സ്റ്റോക്ക്, ബിൽസ് റിസീവബിൾ, ഇതൊക്കെ എന്താണ്? കറന്റ് അസറ്റ് ആണ്. അപ്പോൾ ഇതിൽ ഫിക്സഡ് അസറ്റ് ആയിട്ടുള്ളത് ഏതൊക്കെയാണ്?
ദെൻ ഫർണിച്ചറും കമ്പ്യൂട്ടറും. അപ്പൊ ആൻസർ നോക്കുക, എ 25,000, ബി ഡെപ്റ്റർ ആരാണ് അശോക്, അയാളിൽ നിന്ന് കിട്ടാനുള്ള തുക 3000, സി ഫർണിച്ചറും കമ്പ്യൂട്ടറുമാണ് ഫിക്സഡ് അസറ്റ്. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദി ഓഡ് വൺ ഔട്ട്. ഒറ്റയായതിനെ കണ്ടെത്തുക. ഡെപ്റ്റർ, സ്റ്റോക്ക്, ലാൻഡ്, ബിൽസ് റിസീവബിൾ. അല്ലേ, ഇതിൽ ഏതാണ് ഓഡ് വൺ? ഏതാണ് ഒറ്റയായത്? ഡെപ്റ്റർ കറന്റ് അസറ്റ് ആണ്, സ്റ്റോക്ക് കറന്റ് അസറ്റ് ആണ്, ലാൻഡ് കറന്റ് അസറ്റ് ആണോ? അല്ല, ഫിക്സഡ് അസറ്റ് ആണ്. ബിൽസ് റിസീവബിളോ കറന്റ് അസറ്റ് ആണ്. അപ്പൊ ഇതിൽ നിന്ന് ഓഡ് വൺ ഏതായിരിക്കും? ലാൻഡ്. അല്ലെ, അനദർ ക്വസ്റ്റ്യൻ നോക്കാം. ഗിവ് 2 എക്സാമ്പിൾസ് ഓഫ് ഇൻടാഞ്ചിബിൾ അസറ്റ്. ഇൻടാഞ്ചിബിൾ അസറ്റിന് 2 എക്സാമ്പിൾ എഴുതുക. വാട്ട് ഈസ് ഇൻടാഞ്ചിബിൾ അസറ്റ്? അസറ്റ് വിച്ച് കനോട്ട് സീൻ ആൻഡ് ടച്ച്ഡ്. കാണാനോ തൊടാനോ കഴിയാത്ത ആ ബിസിനസിന്റെ ആസ്തികളെയാണ് നമ്മൾ ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾ നമ്മൾ പിന്നെ ഫോക്കസ് ഏരിയ ബേസ് ചെയ്തുകൊണ്ടുള്ള റിവിഷൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഏതൊക്കെയാണ് ഇൻടാഞ്ചിബിൾ അസറ്റിന് ഉദാഹരണം? 2 ചോദിച്ചിട്ടുള്ളൂ എങ്കിൽ നമ്മൾ 4 നൽകിയിട്ടുണ്ട്. ഗുഡ്വിൽ, പാറ്റന്റ്, കോപ്പിറൈറ്റ്, ട്രേഡ് മാർക്ക്. ഗുഡ്വില്ലും പാറ്റന്റും കോപ്പിറൈറ്റും ട്രേഡ് മാർക്കും ഒക്കെ അതൊക്കെ ബിസിനസിന്റെ ആസ്തികളാണ്, ബിസിനസ്സിന് മൂല്യമുള്ള വസ്തു തന്നെയാണ്. പക്ഷെ അതിനെ നമുക്കറിയാം പ്രത്യേകിച്ച് കാണാനോ തൊടാനോ കഴിയുന്നതല്ല. നെക്സ്റ്റ്, ഐഡന്റിഫൈ ദി ഫോളോയിങ് ഐറ്റം ആസ് ഫിക്സഡ് അസറ്റ് ആൻഡ് കറന്റ് അസറ്റ്. താഴെ തന്നിട്ടുള്ളതിൽ നിന്നും ഫിക്സഡ് അസറ്റും കറന്റ് അസറ്റും ഏതാണെന്ന് മനസ്സിലാക്കുക, ഐഡന്റിഫൈ ചെയ്യുക, കണ്ടെത്തുക. അല്ലെ, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എന്തായിരിക്കും? ഫിക്സഡ് അസറ്റ്. അല്ലെ, ബിൽസ് റിസീവബിളോ ഫിക്സഡ് അസറ്റ് ആണോ? അല്ല, കറന്റ് അസറ്റ് ആണ്. ഫർണിച്ചർ ആൻഡ് ഫിക്ചേഴ്സ്, ഫർണിച്ചർ എന്താണ്? ഫിക്സഡ് അസറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഫിക്സഡ് അസറ്റ്, ബിൽസ് റിസീവബിൾ കറന്റ് അസറ്റ്, ഫർണിച്ചർ ആൻഡ് ഫിക്ചേഴ്സ് ഫിക്സഡ് അസറ്റ്. Then another question, which one of the following is not a business transaction? താഴെ തന്നിട്ടുള്ളവയിൽ ഏതാണ് ബിസിനസ് ഇടപാട് അല്ലാത്തത്? Bought motor car for rupees for business for rupees 1 lakh. 1 ലക്ഷത്തിന് മോട്ടോർ കാർ വാങ്ങി. പെയ്ഡ് എംപ്ലോയീസ് സാലറീസ്, എംപ്ലോയീസിന് ശമ്പളം കൊടുത്തു. പെയ്ഡ് സൺ ഫീ ഫ്രം ബിസിനസ്, ബിസിനസ്സിൽ നിന്ന് മകന്റെ ഫീസ് അടച്ചു, ബിസിനസ്സിൽ നടക്കുകയാണ് ചെയ്തത്. പെയ്ഡ് സൺ ഫീ ഫ്രം ഹിസ് പേഴ്സണൽ അക്കൗണ്ട്, അയാളുടെ പേഴ്സണൽ അക്കൗണ്ടിൽ നിന്ന് അയാളുടെ കയ്യിൽ നിന്നും 2000 രൂപ മകന്റെ ഫീസ് നൽകി. അപ്പൊ ഇതിൽ നിന്നും ബിസിനസ്സുമായി ബന്ധപ്പെടാത്ത ബിസിനസ് ട്രാൻസാക്ഷൻ ഇല്ലാത്തതാണ് അവസാനം പറഞ്ഞത്. അല്ലെ, അവിടെ പെയ്ഡ് സൺ ഫീ ഫ്രം ഹിസ് പേഴ്സണൽ അക്കൗണ്ട്, അയാളുടെ പേഴ്സണൽ അക്കൗണ്ടിൽ നിന്നാണ് 2000 രൂപ നൽകിയതാണ്. ഇവിടെ ബിസിനസ് ട്രാൻസാക്ഷൻ അല്ല. അപ്പൊ നിങ്ങൾക്ക് സംശയം തോന്നും, അയാൾ ബിസിനസ്സിൽ നിന്ന് എടുത്ത് മകന്റെ ഫീസ് അടച്ചു എന്ന് പറയുമ്പോൾ അത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്, ഡ്രോയിങ്സ് ആണ്. അല്ലെ, ഒരാൾ സ്വകാര്യ ആവശ്യത്തിന് പണം പിൻവലിക്കുന്നതിനെ ഡ്രോയിങ്സ് എന്ന് പറയാം. അത് ബിസിനസ് ട്രാൻസാക്ഷൻ ആണ്, ബിസിനസ്സുമായി ബന്ധപ്പെട്ടതാണ്. ബിസിനസ്സിൽ നിന്ന് പണം കൊടുക്കുകയാണ്. മറ്റേതെന്താണ്? അയാൾ സ്വന്തം പോക്കറ്റിൽ നിന്നാണ് 2000 രൂപ മകന്റെ ഫീസ് അടക്കാൻ വേണ്ടി നൽകിയത്. അതൊരിക്കലും ബിസിനസ് ട്രാൻസാക്ഷൻ അല്ല. Then മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. അരുൺ സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഫോർ ₹1,000 ടു അമൽ. അരുൺ 1000 രൂപയുടെ ഉൽപ്പന്നം കടമായിട്ട് അമലിന് വിറ്റു. ഹൂ ഈസ് ദി ഡെപ്റ്റർ ഇൻ ദിസ് ട്രാൻസാക്ഷൻ? ഇതിൽ ഡെപ്റ്റർ ആരാണ്? ആരിൽ നിന്നാണോ അരുണിന് പണം കിട്ടാനുള്ളത്? അമലിൽ നിന്നാണ്. അപ്പൊ ആരാണ് ഡെപ്റ്റർ? അമലാണ്. അല്ലേ? മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. തിങ്സ് ഓർ പ്രോപ്പർട്ടീസ് ഓഫ് വാല്യൂ ആർ കോൾഡ്. ഒരു ബിസിനസിന്റെ വസ്തുവകകളെ അല്ലെങ്കിൽ അതിന്റെ ആസ്തികളെ നമ്മൾ പറയുന്ന പേരാണ് അസറ്റ്, ലയബിലിറ്റി, ക്യാപിറ്റൽ, റവന്യൂ. വളരെ ഈസിയാണ്. അതെന്താണ്? ദെൻ ബിസിനസിന്റെ കൈവശമുള്ള പ്രോപ്പർട്ടീസിന്റെ വാല്യൂവിനെ പറയുന്ന പേരാണ് അസറ്റ്സ്. ഓക്കെ, അനദർ ക്വസ്റ്റ്യൻ. The creditors and bankers need qualitative accounting information. അക്കൗണ്ടിങ്ങിന്റെ ഗുണപരമായ qualitative information for taking appropriate decision. ക്രെഡിറ്റേഴ്സിനും ബാങ്കുകൾക്കും തീരുമാനങ്ങൾ എടുക്കാൻ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ ആവശ്യമാണ്. What qualitative features do they expect in accounting information? അവർ അക്കൗണ്ടിങ് ഇൻഫോർമേഷനിൽ പ്രതീക്ഷിക്കുന്ന ഗുണപരമായ
ഫീച്ചേഴ്സ്, സവിശേഷതകൾ എന്തെല്ലാമാണ്? അപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് എന്ത് ചോദിക്കാണ്? നേരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റിന് പകരം എന്താണ് ഈ ചോദ്യത്തിൽ നിന്ന് ആവശ്യപ്പെടുന്നത്? അക്കൗണ്ടിങ് ഇൻഫോർമേഷന്റെ ക്വാളിറ്റേറ്റീവ് ഫീച്ചേഴ്സ്, ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഏതൊക്കെയാണ്? റിലയബിലിറ്റി, റെലവൻസ്, അണ്ടർസ്റ്റാൻഡബിലിറ്റി ആൻഡ് കമ്പയറബിലിറ്റി. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. പിക്ക് ഔട്ട് ദി റോങ് പെയർ, സ്റ്റേറ്റ് ദി റീസൺ. ഇതിൽ നിന്ന് തെറ്റായ ജോഡിയെ കണ്ടെത്തുക, അതിന്റെ കാരണം എഴുതുക. പാറ്റന്റ്, കോപ്പിറൈറ്റ്, അത് രണ്ടും ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ്, പെയറാണ് അല്ലെ. സാലറി, റെന്റ്, സാലറിയും എക്സ്പെൻസ് ആണ്, റെന്റും എക്സ്പെൻസ് ആണ്, അതും അപ്പൊ എന്താണ്? ജോഡിയാണ്. സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, സ്റ്റോക്ക് എന്താണ്? കറന്റ് അസറ്റ് ആണ്, ഡെപ്റ്റേഴ്സും കറന്റ് അസറ്റ് ആണ്, അപ്പൊ അതും ജോഡിയാവുന്നുണ്ട്. ക്യാഷ്, ഫർണിച്ചർ, ക്യാഷ് ഫിക്സഡ് അസറ്റ് ആണോ? അല്ല, കറന്റ് അസറ്റ് ആണ്. ഫർണിച്ചറോ ഫിക്സഡ് അസറ്റ് ആണ്. അപ്പോൾ അതിൽ പെയർ അല്ലാത്തത് ഏതാണ്? ഒന്നുകിൽ ക്യാഷും ഫർണിച്ചറും ജോഡിയല്ല, അല്ലെങ്കിൽ നമുക്ക് എന്ന് പറയാം സാലറി, റെന്റ്, ബാക്കിയെല്ലാം എന്താണ്? അസറ്റ് ആണ്. ഇവിടെ സാലറിയും റെന്റും എക്സ്പെൻസ് ആണ്. ആ രീതിയിൽ നമുക്ക് പറയാം. അല്ലെങ്കിൽ മറ്റൊരു രീതിയിലും ഞാൻ പറഞ്ഞു, പാറ്റന്റ്, കോപ്പിറൈറ്റും എന്താണ്? ഒരു ജോഡിയാണ്. ആ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാം. എങ്കിലും വളരെ ഡയറക്റ്റ് ആയിട്ട് ഈ ചോദ്യത്തിൽ മനസ്സിലാക്കാൻ കഴിയുക ക്യാഷ്, ഫർണിച്ചർ, സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, പാറ്റന്റ്, കോപ്പിറൈറ്റ് എന്നിവയെല്ലാം അസറ്റ്സ് ആണ്, എന്നാൽ സാലറിയും റെന്റും എക്സ്പെൻസ് ആണ്. ആ രീതിയിൽ മനസ്സിലാക്കാം. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്ലാസിഫൈ ദി ഫോളോയിങ് ലയബിലിറ്റീസ് അണ്ടർ അപ്രോപ്രിയേറ്റ് ഹെഡ്. താഴെ തന്നിട്ടുള്ള ലയബിലിറ്റീസിനെ അതാത് ഹെഡിങ്ങുകളിലായിട്ട് തരംതിരിക്കുക, ക്രമീകരിക്കുക. ബിൽസ് പേയബിൾ, ബാങ്ക് ഓഫ് ഡ്രാഫ്റ്റ്, ഡെപ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്. നമുക്ക് ലയബിലിറ്റീസിനെ പ്രധാനമായും കറന്റ് ലയബിലിറ്റി എന്നും നോൺ കറന്റ് ലയബിലിറ്റി അല്ലെങ്കിൽ ലോങ് ടേം ലയബിലിറ്റി എന്നിങ്ങനെ രണ്ടായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ ഇതിനെ ബിൽസ് പേയബിളും ബാങ്ക് ഓഫ് ഡ്രാഫ്റ്റും ഡിബഞ്ചേഴ്സും ക്രെഡിറ്റേഴ്സും നമുക്ക് ക്ലാസിഫൈ ചെയ്യാവുന്ന എങ്ങനെയാണ് നോക്കൂ. ഡിബഞ്ചർ എന്ന് പറയുന്നത് ലോങ് ടേം ലയബിലിറ്റി ആണ്. ലോങ് ടേം ലയബിലിറ്റിക്ക് മറ്റൊരു ഉദാഹരണം എന്താണ്? ലോങ് ടേം ലോൺ ഫ്രം ബാങ്ക് ഓർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ബാങ്കുകളിൽ നിന്നോ മറ്റു ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നോ വാങ്ങുന്ന ദീർഘകാല വായ്പയാണ് മറ്റൊരു ലോങ് ടേം ലയബിലിറ്റിയുടെ ഉദാഹരണം. കറന്റ് ലയബിലിറ്റീസിന്റെ ഉദാഹരണം എന്താണ്? ബിൽസ് പേയബിൾ, ബാങ്ക് ഓഫ് ഡ്രാഫ്റ്റ്, ക്രെഡിറ്റേഴ്സ് അല്ലെ. ഇതെല്ലാം എന്താണ്? കറന്റ് ലയബിലിറ്റീസിന്റെ ഉദാഹരണമാണ്, അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് ഒക്കെ അതിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു മീൻ ബൈ അക്കൗണ്ടിങ്? എന്താണ് അക്കൗണ്ടിങ്? എന്താണെന്ന് നമ്മൾ അക്കൗണ്ടിങ്ങിന് പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്. ആ ഒരു മീനിങ് നൽകുക. റൈറ്റ് എനി 3 ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്ങിൻ്റെ ഏതെങ്കിലും 3 ഒബ്ജക്റ്റീവ്സ്. ഞാൻ ആൻസർ സ്ലൈഡിൽ കാണിക്കുന്നില്ല. അപ്പോൾ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു തവണ അക്കൗണ്ടിങ് എന്താണെന്നുള്ള ചോദ്യം വന്നിട്ടുണ്ട് അല്ലേ. ഓക്കെ, അണ്ടർ വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ക്യാൻ അസറ്റ്സ് ഓഫ് ഡെപ്റ്റേഴ്സ് ബി വെൽ പ്ലേസ്ഡ്? Under which one of the following can the asset of debtors be well placed? താഴെ തന്നിട്ടുള്ളവയിൽ ഡെപ്റ്റേഴ്സിനെ ഇതിൽ ഏത് അസറ്റിലാണ് പ്ലേസ് ചെയ്യാൻ കഴിയുക? ഏത് അസറ്റിലാണ് ഡെപ്റ്റേഴ്സ് ഉൾക്കൊള്ളുക? റിയൽ അസറ്റ് ആണോ, ഫിക്സഡ് അസറ്റ് ആണോ, കറന്റ് അസറ്റ് ആണോ, ഹ്യൂമൻ അസറ്റ് ആണോ? ഇതിൽ ഡെപ്റ്റേഴ്സ് ഏതിലാണ് ഉൾപ്പെടുക? പലതവണ നമ്മൾ മനസ്സിലാക്കിയതാണ് ഡെപ്റ്റേഴ്സ് ഫിക്സഡ് അസറ്റ് ആണ്, കറന്റ് അസറ്റ് ആണ് അല്ലേ, കറന്റ് അസറ്റ് ആണ്. നെക്സ്റ്റ് നോക്കാം. In how many ways are asset are classified? Mention these ways. ഏതൊക്കെ രീതിയിൽ നമുക്ക് അസറ്റിനെ ക്ലാസിഫൈ ചെയ്യാം? അസറ്റിനെ പ്രധാനമായും നമുക്ക് ഫിക്സഡ് അസറ്റ് എന്നും കറന്റ് അസറ്റ് എന്നും ക്ലാസിഫൈ ചെയ്യാം അല്ലേ. ആ ഫിക്സഡ് അസറ്റിനെ അഗൈൻ ക്ലാസിഫൈ ഇൻടു ടാഞ്ചിബിൾ അസറ്റ് ആൻഡ് ഇൻടാഞ്ചിബിൾ അസറ്റ്. അപ്പോൾ പ്രധാനമായും അസറ്റിനെ ക്ലാസിഫൈ ചെയ്യുന്നത് ഫിക്സഡ് അസറ്റ് എന്നും കറന്റ് അസറ്റ് എന്നുമാണ്. ഫിക്സഡ് അസറ്റിനെ അഗൈൻ ക്ലാസിഫൈഡ് ഇൻടു ടാഞ്ചിബിൾ അസറ്റ്, ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന്. മറ്റു രീതിയിലും ക്ലാസിഫിക്കേഷൻ ഉണ്ട്. തൽക്കാലം ഈ രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ നമുക്ക് മനസ്സിലാക്കാനുള്ളൂ. നെക്സ്റ്റ് വരുന്നത് ക്വസ്റ്റ്യൻ, മിസ്റ്റർ സിനോ ഈസ് എ ഫർണിച്ചർ ഡീലർ അറ്റ് പെരുമ്പാവൂർ. ഹിസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫർണിച്ചർ ഈസ് ₹3 lakh. ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ആൻ ഡാഷ് അസറ്റ്. സിനോ ഒരു ഫർണിച്ചർ ഡീലറാണ്. അയാളുടെ കൈവശം 3 ലക്ഷത്തിൻ്റെ ഫർണിച്ചറുണ്ട് എങ്കിൽ ഇത് അയാളെ സംബന്ധിച്ചിടത്തോളം
അത് ഏത് അസറ്റാണ്? ഫിക്സഡ് അസറ്റ് ആണോ, കറന്റ് അസറ്റ് ആണോ, ഇൻടാഞ്ചിബിൾ അസറ്റ് ആണോ, നൺ ഓഫ് ദീസ് ആണ്? എന്താണ് ആൻസർ? കറന്റ് അസറ്റ് ആണ് അല്ലേ? അപ്പോൾ ഒരു ഫർണിച്ചർ ഡീലറെ സംബന്ധിച്ചിടത്തോളം ഫർണിച്ചർ അയാളുടെ ഗുഡ്സ് ആണ് അല്ലേ? അപ്പോൾ അത് ഫിക്സഡ് അസറ്റ് ആയിട്ടല്ല പരിഗണിക്കേണ്ടത്. ഒരു ഫർണിച്ചർ ഡീലറെ സംബന്ധിച്ചോളം ഫർണിച്ചർ അയാളുടെ സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് ആണ്, അത് കറന്റ് അസറ്റ് ആണ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗുഡ്സ് in business are called by different name. Give their names in the following two cases. ബിസിനസ്സിൽ ഗുഡ്സിനെ പല പേരിലും അറിയപ്പെടാറുണ്ട്. താഴെ പറയുന്ന രണ്ട് സ്റ്റേറ്റ്മെന്റിൽ ഗുഡ്സിനെ ഏത് പേരിലാണ് വിളിക്കുക? വാല്യൂ ഓഫ് ഗുഡ്സ് റിമൈനിങ് അറ്റ് ദി എൻഡ് ഓഫ് ദി പീരീഡ്. ഒരു അക്കൗണ്ടിങ്ങിന്റെ പീരീഡിന്റെ അവസാനത്തിൽ ഉള്ള വിൽപ്പന നടത്താത്ത ബാക്കിയുള്ള ഗുഡ്സിനെ എന്ത് പേരാണ് വിളിക്കുന്നത്? റിട്ടേൺ ഓഫ് ഗുഡ്സ് ഫ്രം കസ്റ്റമേഴ്സ് വിച്ച് ആർ ഡിഫക്റ്റീവ്. കസ്റ്റമേഴ്സ് എന്തെങ്കിലും പോരായ്മ കൊണ്ട് ഉൽപ്പന്നം തിരികെ നൽകിയാൽ അതിനെ എന്ത് പേരാണ് വിളിക്കാറുള്ളത്? ഫസ്റ്റ് കേസ് ക്ലോസിംഗ് സ്റ്റോക്ക്, സെക്കൻഡ് കേസ് സെയിൽസ് റിട്ടേൺ. അത് തേർഡ് ചാപ്റ്ററിൽ കൂടി വരുമ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടത് മനസ്സിലാക്കും. ഓക്കെ, അപ്പോൾ എങ്കിലും മനസ്സിലാക്കാൻ, അക്കൗണ്ടിങ് പീരീഡിന്റെ അവസാനത്തിൽ അൺസോൾഡ് ഗുഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. എന്നാൽ ഒരു അക്കൗണ്ടിങ് പീരീഡിന്റെ ഒരു വർഷത്തിന്റെ ആരംഭത്തിലാണെങ്കിൽ അതിന് എന്ത് പേരാ വിളിക്കുക? ക്ലോസിംഗ് സ്റ്റോക്ക് എന്നല്ല, ഓപ്പണിംഗ് സ്റ്റോക്ക് എന്നാണ്. നമ്മൾ വിൽപ്പന നടത്തിയ ഒരു ഉൽപ്പന്നം, വിറ്റ ഒരു ഉൽപ്പന്നം എന്തെങ്കിലും പോരായ്മ കൊണ്ട് ഒരു കസ്റ്റമർ തിരികെ നൽകുമ്പോൾ അതിനെ സെയിൽസ് റിട്ടേൺ എന്നാണ് പറയുന്നത്. എന്നാൽ നമ്മൾ വാങ്ങിയ ഒരു ഉൽപ്പന്നം, നമ്മൾ മറ്റൊരു സപ്ലയറുടെ കയ്യിൽ നിന്ന് ഉൽപ്പന്നം വാങ്ങി, അതിന് പോരായ്മ മൂലം അയാൾക്ക് തിരികെ നൽകുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുക പർച്ചേസ് റിട്ടേൺ എന്നാണ്. ഓക്കെ, നെക്സ്റ്റ് കേസ് നോക്കാം. കംപ്ലീറ്റ് ദി സീരീസ് ബേസ്ഡ് ഓൺ ദി ഹിന്റ് ഗിവൺ. താഴെ പറയുന്ന ഹിന്റ് അടിസ്ഥാനമാക്കി നിങ്ങൾ ആ സീരീസ് കംപ്ലീറ്റ് ചെയ്യാം. ഫിക്റ്റീഷ്യസ് അസറ്റും ലിക്വിഡ് അസറ്റാണ്. ഇതിപ്പോൾ നിങ്ങളുടെ സിലബസിൽ അതിനെ പ്രത്യേകമായിട്ട് കവർ ചെയ്ത് പഠിക്കുന്നില്ല, പ്രീവിയസ് ഇയേഴ്സിലെ സിലബസിലാണ്, എങ്കിലും ഒന്ന് മനസ്സിലാക്കുക. The next question, name any two internal uses of accounting information of your choice. നിങ്ങൾക്കറിയാവുന്ന രണ്ട് ഇന്റേണൽ യൂസേഴ്സിന്റെ പേര് പറയുക അല്ലെ? ഇന്റേണൽ യൂസേഴ്സും എക്സ്റ്റേണൽ യൂസേഴ്സ് ഉണ്ട്. മാനേജേഴ്സ്, ഓണേഴ്സ്, എംപ്ലോയീസ് ഒക്കെ എന്താണ്? ഇന്റേണൽ യൂസേഴ്സ് ആണ്. അല്ലെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് അല്ലെ, വൈസ് പ്രസിഡന്റ്, അങ്ങനെ അവരൊക്കെ എന്താണ്? ഇന്റേണൽ യൂസേഴ്സിൽ ഉൾപ്പെടുന്ന ആളുകളാണ്. മറ്റൊരു ക്വസ്റ്റ്യൻ, ചൂസ് ദി കറക്റ്റ് സീക്വൻസ്. ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ക്രമം ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. ഐഡന്റിഫൈ, റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ്, സമ്മറൈസിങ്. ഐഡന്റിഫൈ, റെക്കോർഡിംഗ്, സമ്മറൈസിങ്, ക്ലാസിഫൈയിങ്. അതിലേതാണ്? ഫസ്റ്റ് ഐഡന്റിഫൈയിങ്, റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ്, സമ്മറൈസിങ്. അതാണ് ഒരു അക്കൗണ്ടിങ്ങിൽ ആദ്യം ഒരു ട്രാൻസാക്ഷൻ ഐഡന്റിഫൈ ചെയ്യും, പിന്നെ അത് റെക്കോർഡ് ചെയ്യും, പിന്നെ അത് ക്ലാസിഫൈ ചെയ്യും, അവസാനം സമ്മറൈസ് ചെയ്യും. അതാണ് അതിന്റെ കറക്റ്റ് സീക്വൻസ്. നെക്സ്റ്റ് വരുന്നത്, dash is the cost incurred for the use of things or service for the purpose of generating revenue. ഒരു ബിസിനസ് സ്ഥാപനം അതിന്റെ വരുമാനം നേടാൻ വേണ്ടി ആ ബിസിനസ്സിന് ചെലവാകുന്ന തുകയെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്സ്പെൻസ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് എക്സ്പെൻസ്? ആ എക്സ്പെൻസ് എന്ന ടേം നമ്മൾ വിശദീകരിക്കുന്നത്. എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ദി കോസ്റ്റ് ഇൻകേർഡ് ഫോർ ഏണിംഗ് റവന്യൂ. വരുമാനം നേടാൻ വേണ്ടി വരുന്ന ചിലവിനെയാണ് എന്ത് പറയുന്നത്? എക്സ്പെൻസ് എന്ന് പറയുന്നത്. തുകയാണ്. വരുമാനം നേടാൻ വേണ്ടി നമ്മൾ ഒരു തുക ചിലവഴിക്കുന്നുണ്ട്, ആ തുകയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്സ്പെൻസ് എന്ന് പറയുന്നത്. then മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫാത്തിമ took an educational loan of ₹10,000 from SBI. SBI ബാങ്കിൽ നിന്നും ഫാത്തിമ ഒരു എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ടുണ്ട്. ദി റിലേഷൻഷിപ്പ് വിച്ച് എക്സിസ്റ്റ് ബിറ്റ്വീൻ SBI ആൻഡ് ഫാത്തിമ. ഫാത്തിമ SBI തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇവിടെ ഏത് രീതിയിലാണ്? ഫാത്തിമ is the debtor of SBI. ഫാത്തിമ is the debtor of SBI is the debtor of Fatima. Fatima is the creditor of SBI. Fatima is the proprietor of SBI. ഇവിടെ സംബന്ധിച്ചിടത്തോളം SBIയും ഫാത്തിമയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്, SBIയെ സംബന്ധിച്ചിടത്തോളം ഫാത്തിമ SBIയുടെ ഡെപ്റ്ററാണ് അല്ലേ? ഫാത്തിമയുടെ കയ്യിൽ നിന്നും 10,000 രൂപ SBI കാലിക്കറ്റിൽ ലഭിക്കാനുണ്ട്. ആയതുകൊണ്ട് തന്നെ ഫാത്തിമ SBI കാലിക്കറ്റിന്റെ ഡെപ്റ്ററാണ്. എന്നാൽ SBI കാലിക്കറ്റ് ഫാത്തിമയെ സംബന്ധിച്ചിടത്തോളം പണം നൽകാനുള്ളതാണ് അല്ലേ? അപ്പോൾ ഫാത്തിമയെ സംബന്ധിച്ചിടത്തോളം SBI ബാങ്ക് ക്രെഡിറ്ററാണ്. അപ്പൊ ഇതിൽ അത് കൃത്യമായിട്ട് പറയുന്നത് ഒന്നാമത്തെ ഓപ്ഷനാണ്. ഫാത്തിമ ഈസ് ദി ഡെപ്റ്റർ ഓഫ് SBI. ഓക്കെ,
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദി ഓഡ് വൺ ഔട്ട്. ഒറ്റയായതിനെ കണ്ടെത്തുക. മാനേജർ, ബാങ്ക്, ഗവൺമെന്റ് അല്ലേ? യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ്ങിലാണ് മാനേജർ ആണ് ഇന്റേണൽ യൂസർ, ബാക്കിയെല്ലാം എക്സ്റ്റേണൽ യൂസർ ആണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് റെപ്രസെന്റ് ദ എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ ദി ഓണർ ഇൻ ടു ദി ബിസിനസ്. ഒരു ഉടമസ്ഥൻ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത തുകയെ എന്ത് രീതിയിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, എന്ത് രീതിയിലാണ് അറിയപ്പെടുന്നത് അല്ലേ? ഒരു ബിസിനസ് സ്ഥാപനത്തിൽ അതിന്റെ ഓണർ ഇൻവെസ്റ്റ് ചെയ്ത തുക അസറ്റ് ആണോ, റവന്യൂ ആണോ, ക്യാപിറ്റൽ ആണോ? നമുക്കറിയാം ക്യാപിറ്റൽ ആണ്. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് മിസ്റ്റർ കുമാർ പർച്ചേസ്ഡ് ഫ്രം അവർ ബിസിനസ് ഫോർ ₹10,000 ഈസ് അവർ ക്രെഡിറ്റർ, ട്രൂ ഓർ ഫാൾസ്? കുമാർ നമ്മളുടെ കയ്യിൽ നിന്നും 10,000 രൂപയുടെ ഉൽപ്പന്നം വാങ്ങിയിട്ടുണ്ട്. ഒരു കുമാർ 10,000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ നമ്മളുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് അല്ലേ? കുമാർ പർച്ചേസ് ചെയ്യുന്നു ഫ്രം അവർ ബിസിനസ്, നമ്മളുടെ ബിസിനസ്സിൽ 10,000 രൂപ കുമാർ വാങ്ങിയിട്ടുണ്ട്. ഈസ് അവർ ക്രെഡിറ്റർ, അയാൾ നമ്മളുടെ ക്രെഡിറ്റർ ആണോ? ക്രെഡിറ്റർ എന്ന് പറയുന്നത് എന്താണ്? ആർക്കാണ് നമ്മൾ പണം കൊടുക്കാനുള്ളത് അവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്രെഡിറ്റർ എന്ന് പറയുന്നത്. നമ്മുടെ കയ്യിൽ നിന്ന് കുമാർ ഉൽപ്പന്നം 10,000 രൂപയുടെ ഉൽപ്പന്നം വാങ്ങുമ്പോൾ നമ്മൾ കുമാറിന് അങ്ങോട്ട് പണം കൊടുക്കാനുള്ളതാണോ? കുമാർ നമ്മൾ പണം കൊടുക്കാനുള്ള ആളാണോ? അല്ല അല്ലേ? അപ്പൊ അതെന്താണ്? ട്രൂ ആണോ ഫാൾസ് ആണോ? ഫാൾസ് ആണ്. കാരണം കുമാർ ഇവിടെ ഡെപ്റ്റർ ആണ്. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ ദി ഈവന്റ് നോട്ട് അമെൻഡബിൾ ടു അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്. അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റിൽ ഉൾപ്പെടുത്താൻ കഴിയാത്ത, അക്കൗണ്ടിങ്ങിൽ ഉൾപ്പെടുത്താൻ കഴിയാത്ത ഇതിലെ ഈവന്റ്സ്, സംഭവം ഏതാണ്? സെയിൽ ഓഫ് ഗുഡ്സ്, ഉൽപ്പന്നം വിറ്റു, സാലറി കൊടുത്തു, ഡയറക്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്തു, റെന്റ് കൊടുത്തു. ഇതിൽ നമുക്ക് മെഷറബിൾ അല്ലാത്തത് എന്താണ്? നമുക്ക് ഇത്ര രൂപക്ക് എന്ന് പറയാൻ കഴിയാത്തത് നമുക്ക് സാലറി കൊടുത്തു, സെയിൽസ് ഓഫ് ഗുഡ്, റെന്റ് പെയ്ഡ്, അതൊക്കെ രേഖപ്പെടുത്താം. ഡയറക്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്തത് അക്കൗണ്ടിങ്ങിൽ രേഖപ്പെടുത്തോ? ഇല്ല. അപ്പൊ അതിൽ എന്താണ്? രേഖപ്പെടുത്താൻ കഴിയാത്ത ഇവന്റ് ഏതാണ്? ഡയറക്ടേഴ്സ് ആർ അപ്പോയിന്റഡ്. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഔട്ട് ദി ഓഡ് വൺ ഔട്ട്. ഒറ്റയായതിനെ കണ്ടെത്തുക. മെഷീനറി, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ക്ലോസിംഗ് സ്റ്റോക്ക്, ഫർണിച്ചർ. മെഷീനറി ഫിക്സഡ് അസറ്റ് ആണ്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഫിക്സഡ് അസറ്റ് ആണ്, ഫർണിച്ചർ ഫിക്സഡ് അസറ്റ് ആണ്. ക്ലോസിംഗ് സ്റ്റോക്കോ ഫിക്സഡ് അസറ്റ് ആണോ? അല്ല, കറന്റ് അസറ്റ് ആണ്. അപ്പൊ ഏതാണ് ഒറ്റയായിട്ടുള്ളത്? ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. then മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദി പ്രൈമറി ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിംഗ് ഈസ് ടു പ്രൊവൈഡ് ഇൻഫോർമേഷൻ ടു ഫെസിലിറ്റേറ്റ് ബിസിനസ് ഡിസിഷൻ. ഒരു ബിസിനസിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ബിസിനസ് തീരുമാനങ്ങൾ എടുക്കാൻ ആവശ്യമായ ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യുകയാണ്. മെൻഷൻ എനി 4 ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിന്റെ ഏതെങ്കിലും 4 ഒബ്ജക്റ്റീവ്സ് മെൻഷൻ ചെയ്യുക. നമുക്കറിയാം, മെയിൻറ്റെയിനിങ് ഓഫ് ബിസിനസ് റെക്കോർഡ്, കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ്, ഡെപിക്ഷൻ ഓഫ് അല്ലെങ്കിൽ കാൽക്കുലേഷൻ ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ, പ്രൊവൈഡിങ് ഇൻഫോർമേഷൻ ടു യൂസേഴ്സ്. ഓക്കെ, ദെൻ ഇനി 30ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ നോക്കാം. ഡിസ്കൗണ്ട് അലോഡ്, ഡിസ്കൗണ്ട് നൽകി ടു എ കസ്റ്റമർ. ഒരു കസ്റ്റമർക്ക് ഡിസ്കൗണ്ട് നൽകുമ്പോൾ അത് ബിസിനസ് സംബന്ധിച്ചിടത്തോളം എക്സ്പെൻസ് ആണോ, ഇൻകം ആണോ, ക്രെഡിറ്റർ ആണോ, ക്യാപിറ്റൽ ആണോ? നമുക്കറിയാം, ഒരു കസ്റ്റമർക്ക് നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുമ്പോൾ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സ്പെൻസ് ആണ്, ചിലവാണ്. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ക്യാപിറ്റൽ ലയബിലിറ്റി. ക്യാപിറ്റൽ ലയബിലിറ്റി എന്നിവയെ കുറിച്ചുള്ള ഒരു ഷോർട്ട് നോട്ട് എഴുതുക. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ദി എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ ദി ഓണേഴ്സ് ഇൻ ടു ബിസിനസ്. ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത തുകയാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ലയബിലിറ്റീസ് ആർ ദി ഒബ്ലിഗേഷൻ ഓർ ഡെപ്റ്റ് that an enterprise has to pay at some time in future. ഭാവിയിൽ ബിസിനസ് സ്ഥാപനത്തിന് കൊടുക്കാനുള്ള ബാധ്യതയെ അല്ലെങ്കിൽ കടത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒബ്ലിഗേഷൻസ്, ബാധ്യതയെ അല്ലെങ്കിൽ കടത്തെയാണ് നമ്മളിത് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 16 വ്യത്യസ്ത ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ആണ് ചർച്ച ചെയ്തത്. യൂണിറ്റ് 1 ബന്ധപ്പെട്ടുള്ള ഏകദേശം 30ഓളം ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് 2 പാർട്ടുകളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പം ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് അല്ലെങ്കിൽ നമ്മളെ അക്കൗണ്ടൻസി ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ രീതിയിൽ കണ്ടേക്കാം, അതിന് എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത്, അത് എത്രത്തോളം ആൻസർ ചെയ്യണം, അപ്പോൾ ഏതൊക്കെ വ്യത്യസ്ത തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരാം, ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാം. ഇത്തരത്തിൽ നമ്മൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിലൂടെ കഴിഞ്ഞിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇപ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് ഫോക്കസ് ഏരിയ പ്രത്യേകമായി ഫോക്കസ് ഏരിയ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ആ ഫോക്കസ് ഏരിയയിൽ ഉൾക്കൊള്ളുന്നത് ഫസ്റ്റ് യൂണിറ്റിൽ 4 ഭാഗമാണ്. മീനിങ് ഓഫ് അക്കൗണ്ടിങ്, ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്, ബേസിക് ടേംസ്. അപ്പോൾ സാധാരണ നമുക്ക് മനസ്സിലാക്കാം വാട്ട് ഡു യു മീൻ ബൈ അക്കൗണ്ടിങ് എന്നുള്ള ചോദ്യം വളരെ വിരളമായ ഒരൊറ്റ തവണയെ കണ്ടിട്ടുള്ളൂ. എങ്കിലും നമ്മൾ ഇത്തവണ നമ്മൾ അത്തരം ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കണം. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്ങും ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സും ധാരാളം തവണ പല സമയങ്ങളിലായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രത്യേകിച്ചും ബേസിക് ടേംസുമായി ബന്ധപ്പെട്ട് ഷോർട്ട് നോട്ട് ചോദിക്കുന്നുണ്ട്. അതിന് പുറമെ ക്യാപിറ്റൽ, ലയബിലിറ്റി, അസറ്റ്സ്, ഡെപ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ഇവയൊക്കെ റവന്യൂ, ഗെയിൻ, ഇതുമായൊക്കെ ബന്ധപ്പെട്ട് ധാരാളം ക്വസ്റ്റ്യൻസ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടു. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഈ വരുന്ന എക്സാമിനേഷന് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ ഉന്നയിക്കുക. ഞാൻ തീർച്ചയായും മറുപടി നൽകാം. ഓക്കെ, താങ്ക് യു.